വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കറണ്ട് ഇലക്ട്രിസിറ്റി ധാരാവൈദ്യുതി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്കറിയാം ആനുവൽ എക്സാം ഇതാ നമ്മുടെ മുന്നിൽ വന്നെത്തി കഴിഞ്ഞിട്ടുണ്ട്. ആ എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. സോ ആ ചാപ്റ്ററിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോവാൻ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചു, ഇത് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകാൻ പാടില്ല. സോ നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് 2 ചിത്രങ്ങൾ ഫിഗർ 1ഉം ഫിഗർ 2 നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് 3 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം അല്ലെ. എന്താ ചോദ്യം? ഇതിൽ ഏത് ചിത്രത്തിലെ ബൾബാണ് പ്രകാശിക്കുക? ഓക്കെ, നമുക്ക് സിമ്പിൾസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. നമുക്കറിയാം എന്താ ബൾബിന്റെ സിമ്പിള്, ഇതാണ് അല്ലെ. ബൾബിന്റെ സിമ്പിള്, രണ്ടിലും ബൾബിന്റെ സിമ്പിൾ ഉണ്ട്, സ്വിച്ചും ഉണ്ട്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൽ ഏതിലെ ബൾബാണ് പ്രകാശിക്കുക? ഓക്കെ, ഞാൻ ഇതിന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇതാ കൊടുത്തിട്ടുണ്ട്. ഇത് ഫിഗർ 1ഉം ഇത് ഫിഗർ 2. ഓക്കെ, ഫിഗർ 1ൽ എന്താണ്? ബൾബും സ്വിച്ചും എന്തുണ്ട്, അതിന് കണക്ട് ചെയ്ത വയറും ഉണ്ട് അല്ലെ. രണ്ടാമത്തെ ചിത്രത്തിൽ ഒരാൾ എക്സ്ട്രെയിൻഡ്, ആരാണ്? സെൽ എക്സ്ട്രെയിൻഡ് അല്ലെ. നമുക്കറിയാം സെൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാൻ പറ്റൂ അല്ലെ. സെൽ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുക്കും. എന്താ പൊട്ടൻഷ്യൽ വ്യത്യാസം ആക്ച്വലി ചെയ്യുന്നത്? എന്താ അവിടെ? ഇലക്ട്രോൺസിന്റെ ഒരു കൂടിയ ഏരിയയും കുറഞ്ഞ ഏരിയയും ക്രിയേറ്റ് ചെയ്യും അല്ലെ. ഇലക്ട്രോൺസ് കൂടിയതിൽ നിന്നും കുറഞ്ഞതിലോട്ട് ഇങ്ങനെ ഒഴുകും അല്ലെ. ആ ഒഴുക്ക് ഉണ്ടാകുമ്പോഴാണ് കറണ്ട് ഉണ്ടാവുക അല്ലെ. നമ്മൾ പഠിച്ചതാണ് കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ഫ്ലോ ആണ്. ഇലക്ട്രോണിന്റെ ഫ്ലോ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം വേണം അല്ലെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇലക്ട്രോൺസ് ഇങ്ങനെ ഒഴുകുമ്പോഴല്ലേ എന്തുണ്ടാവുള്ളടാ, ആ ബൾബിലോട്ട് കറണ്ട് എത്തുള്ളൂ, അപ്പോഴല്ലേ ബൾബ് പ്രകാശിക്കുള്ളൂ. അപ്പൊ സെല്ല് വേണം ബൾബിന് പ്രകാശിക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഫിഗർ 2 ആണ് കറക്റ്റ് ആൻസർ അല്ലെ. ഏത് ബൾബാണ് പ്രകാശിക്കുക ചോദിച്ചപ്പോ രണ്ടാമത്തെ ചിത്രത്തിലെ ബൾബാണ് പ്രകാശിക്കുക. കാരണം വിശദീകമാക്കുക. എന്താ റീസൺ? എന്താ നമ്മളിപ്പോ പറഞ്ഞു, അവിടെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുക അല്ലെ. കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി കൊടുക്കുക. നെക്സ്റ്റ്, ചിത്രം 2ലെ സെല്ലിന്റെ ഫംഗ്ഷൻ എന്ത്, സെല്ലിന്റെ ധർമ്മം എന്തെന്ന് ചോദിച്ചാൽ ഇറ്റ് പ്രൊവൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുന്നു. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതിന്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ വായിച്ചു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ശരിയായത് ഏത്? 2 ചിത്രങ്ങൾ ഉണ്ട് അല്ലെ, രണ്ടും സർക്യൂട്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്തുണ്ട്? ബൾബ് ഉണ്ട്, ദാ ഇവിടെ സെല്ലുണ്ട്, ഇവിടെയുണ്ട് ബൾബുണ്ട്, ഇവിടെ സെല്ലുണ്ട് അല്ലെ. രണ്ടിലും കോമൺ ആയിട്ട് മറ്റൊരാളും കൂടെ ഉണ്ട്. ആരാണ്? വി എന്ന് എഴുതിയിട്ടുള്ള വോൾട്ട് മീറ്റർ അല്ലെ. എന്താ വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ? വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് മെഷർ ചെയ്യാൻ, പൊട്ടൻഷ്യൽ വ്യത്യാസം മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് അല്ലെ. ഈ വോൾട്ട് മീറ്ററിന്റെ പ്രത്യേകത, ഈ വോൾട്ട് മീറ്റർ നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യേണ്ടത്, നമ്മൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അളക്കുന്ന വിചാരിച്ചു, ഇതിലുള്ള വോൾട്ടേജ് ആണ് അളക്കുന്നെങ്കിൽ ഇതിന് പാരലൽ ആയിട്ട് വേണം നമ്മൾ അതിനെ കണക്ട് ചെയ്യാൻ. എങ്ങനെ വേണം? അതിന് ഫേസ് ടു ഫേസ് ആയിട്ട് വേണം നമ്മൾ അതിനെ കണക്ട്. ഇതിന്റെ സിമ്പിള് വി എന്നാണ് കേട്ടോ. ഇതാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഡിവൈസിന് പാരലൽ ആയിട്ട് വേണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിലല്ലേ പാരലൽ ആയിട്ട് ഫേസ് ടു ഫേസ് കിടക്കുന്നതാ. സോ ഇതാണ് ശരിയായ ചിത്രം. ഇതെന്താണ്? ഇത് അടുത്തായിട്ടാണ് അല്ലെ, സീരീസ് ആയിട്ടാണ്. ഇത് തെറ്റാണ്. അപ്പൊ ഇതാണ് കറക്റ്റ്. നെക്സ്റ്റ്, മറ്റൊരാളും കൂടെ ഉണ്ട്, അമ്മീറ്റർ എന്ന് പറയും. അതായത് കറണ്ടിനെ അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ. ഈ അമ്മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ഡിവൈസിന് സീരീസ് ആയിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യേണ്ട. ഇതുപോലെ അമ്മീറ്ററിന്റെ സിമ്പിൾ ആണ് എ എന്നാണ് കേട്ടോ. സീരീസ് ആയിട്ടാണ് നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നത്. സോ അത് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ശരിയായത് ഏതെന്ന് ചോദിച്ചാൽ കണ്ണടച്ചങ്ങോട്ട് എഴുതി കൊടുക്കണം. ഇതാണ് കാരണം. എന്താണ്? ഇവിടെ അമ്മീറ്റർ സീരീസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സീരീസ് എന്ന് പറഞ്ഞാൽ അടുത്ത്, പാരലൽ എന്ന് പറഞ്ഞാൽ എന്താ, നോക്കി ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, സെറ്റ് ആണല്ലോ. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് അല്ലെ. ചാർജ് തന്നിട്ടുണ്ട് അല്ലെ, ടൈം, അതിനകത്തുള്ള സമയം തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ആണ്. എടാ നമ്മൾ പഠിച്ചതല്ലേ കറണ്ടും ചാർജും ടൈം ഒക്കെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ I = Q/T. കറണ്ട് സമം ചാർജ് ബൈ സമയം എന്ന് നമ്മൾ പഠിച്ചതാണ്. സോ കറണ്ട് കണ്ടുപിടിക്കാൻ Q, ചാർജ് എത്രയാണ്? 20, ടൈം എത്രയാണ്? 10. ഇത് 1ാം ക്ലാസ് കുട്ടിയോട് ചോദിക്കണ ചോദ്യമാണ് അല്ലെ. 20/10 എത്രയാടാ? അത് അറിയില്ലേ നിങ്ങൾക്ക്? എത്രയാണ്? 2 അല്ലെ. 2 എന്ന് മാത്രം എഴുതിയാൽ പറ്റൂല. 2 ആംപിയർ എന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി കൊടുക്കണം. സോ അതിന്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കഴിഞ്ഞ കോണ്ടന്റ് വീഡിയോയില് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. സോ ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ കമന്റ് ചെയ്യണം കേട്ടോ. എ ആണോ ബി ആണോ കറക്റ്റ് ആൻസർ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു സോ മച്ച്.